ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ അസർബൈജാൻ ട്രിപ്പിൻ്റെ പാർട്ട് 3 ആണിത്. അപ്പം നമ്മുടെ വില്ലേജ് സ്റ്റേ നമ്മുടെ കഴിഞ്ഞു 2 ദിവസമായിരുന്നു അവിടുത്തെ സ്റ്റേ. ഇനി നമ്മൾ ഹോട്ടലിലേക്കാണ് കേട്ടോ മാറുന്നത്. അപ്പം നമ്മളിത് അവിടുത്തെ ബാണ്ടക്കെട്ടൊക്കെ ഇട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മളിനി പോണത് ഒരു മ്യൂസിയത്തിലേക്കാണ്. അവിടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മീൻസ് പണ്ടത്തെ ആൾക്കാരിട്ട ഡ്രസ്സ്, അവർ തിരിച്ച ഡ്രസ്സുകൾ, പിന്നെ അവർ ഓരോ കല്ലുകൾ ഉണ്ടാക്കി നിർമ്മിച്ചത്, കല്ല് വെട്ടി ഓരോ ബിൽഡിങ് നിർമ്മിച്ചത്, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി പോണത്. ഇതെങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. നമ്മൾ നേരിട്ട് തന്നെ കാണണം. ഓരോ മനുഷ്യന്മാരുടെ അസ്ഥികൾ അവിടെ കിടക്കണ്ടായിരുന്നു. പിന്നെ ഓരോ മനുഷ്യനിങ്ങനെ കൽപ്പണി ചെയ്യണത് ഒരു വീഡിയോ എഫക്റ്റ് പോലെ 3D എഫക്റ്റ് പോലെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അത് മൊത്തമാണ് ആ മ്യൂസിയത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ മൃഗങ്ങളുടെ അവരുടെ തൊലി, അങ്ങനത്തെ അവരുടെ അസ്ഥികൾ, അങ്ങനെ പല സ്ഥലം. അടുത്തത് നമ്മൾ പോകുന്നത് ഒരു വലിയൊരു മലേൻ്റെ മുകളിലേക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവൽ ഉണ്ട്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം അവിടെ തന്നെ വണ്ടികളുണ്ട്. പണ്ടത്തെ കുറേ കാറുകളാണ് കിടക്കണത്. ഒരു ചെറിയ കാറ്, നമുക്ക് എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഒരു 3 പേർക്ക് പോകാൻ പറ്റുന്ന കാറാണത്. അപ്പം അതിലാണ് നമ്മൾ പോയത്. അപ്പം മലേൻ്റെ മുകളിൽ എന്ന് പറയുന്നത് ഇങ്ങനെ എപ്പോഴും ലാഭ ഒഴുകിക്കൊണ്ടിരിക്കും എന്നാണ് പറയണേ. പണ്ടത്തെ വിശ്വാസങ്ങളാണ്. അത് നമ്മുടെ മേത്ത് തേക്കുക എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്നൊക്കെയാണ് പറയണത്. എപ്പോഴും ഇങ്ങനെ അത് ഒഴുകിക്കൊണ്ടിരിക്കും എന്നാണ് പറയണത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ പിറകിലുള്ള വിശ്വാസങ്ങളൊന്നും എനിക്കറിയില്ല. ജീപ്പ് ട്രക്കിങ് പോലെ ഒരു കാർ ട്രക്കിംഗ് ആയിട്ടാണ് പോകുന്നത്. നല്ല ലോങ് ഉണ്ടായിരുന്നു. വഴിയൊക്കെ ഒരു ജാതി വഴിയായിരുന്നു. പക്ഷെ അത്ര സ്പീഡിലാണ് നമ്മൾ പോണത്. നമ്മുടെ ഡ്രൈവർ വരുന്നത് ഒരു വയസ്സായിട്ടൊരാളാണ്. എന്നാലും ആൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കണ്ടായിരുന്നത്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് മലകളാണ്, ഫുള്ള് മലപ്രദേശം പോലെ എനിക്ക് തോന്നി കണ്ടപ്പോൾ. കുറെ കുത്തിക്കുലുങ്ങി നമ്മൾ മലേൻ്റെ മുകളിലെത്തി. വരുന്ന വഴിയിൽ റേസിങ് പോലെയായിരുന്നു. വെട്ടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് വണ്ടികൾ. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ്, ഞങ്ങളുടെ ഡ്രൈവർ കുറച്ച് വയസ്സായിട്ടൊരാളായിരുന്നു. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ ലാവ ഒഴുകണ പോലെ ചെളിമണ്ണ് ഇങ്ങനെ ഒഴുകുണ്ടായിരുന്നു. ഓരോ ഉറു പൊട്ടിയ പോലെ ഇങ്ങനെ ഒഴുകണുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയപ്പോൾ കുറവായിരുന്നു. പക്ഷെ അവിടുത്തെ വ്യൂ നല്ല വ്യൂ ആണ്. നമുക്ക് നല്ല തണവും നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം ഞാനവിടെ ഒരു പഴയ കാറുകളൊക്കെ കണ്ടപ്പോൾ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ പോണത് ബാക്കു സിറ്റിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഇനി ഉള്ള സ്റ്റേ അവിടെയാണ്. അപ്പോൾ സിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ഹോട്ടൽ റൂം റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 4-5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെയായിട്ടും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നമ്മൾ വണ്ടിയിലിരുന്ന് കുറച്ച് ചിപ്സ് അല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹോട്ടൽ റൂമിൽ കയറി ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ റൂമിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. ബാക്കു സിറ്റിയിൽ ഇറങ്ങിയപ്പോൾ എന്തോ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത്. വീഡിയോയിൽ എങ്ങനെ കാണണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. കാണാൻ നമ്മൾ ഇത് വേറൊരു ലോകത്തെത്തിയ പോലെ എനിക്ക് തോന്നിയത്. നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. നമ്മുടെ ഹോട്ടൽ റൂമിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ നല്ല വിശപ്പുള്ളത് തന്നെ നല്ല ഹെവി ആയിട്ട് തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റൈസ് എന്തൊക്കെയോ പേര് പറയാൻ എനിക്ക് ഓർമ്മയില്ല. കാരണം നമ്മൾ ട്രിപ്പ് പോയി വന്നിട്ട് ഇപ്പോൾ ഒരു 4-5 ആഴ്ച ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ കഴിച്ചതെന്ന് എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. എന്നാലും ഈ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബാക്കു സിറ്റിയിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് അവിടെ കുറേ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണവുണ്ടായിരുന്നു. തണുത്ത് വിറച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ജാക്കറ്റും തെർമലൊക്കെ ഇട്ടുണ്ടെങ്കിൽ പോലും നല്ല തണവുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ നേരം അവിടെ കറങ്ങി നടന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് തന്നെ പോയി. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നല്ലോണം നമുക്ക് 4-5 മണിക്കൂർ നമുക്കിന്ന് ട്രാവൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ കറക്കം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമ്മൾ പാർട്ട് 4 ആയിട്ട് ഇടാം. അപ്പം എല്ലാവരും കയറി കാണാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.